ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ യുവിക്കുട്ടൻ്റെ അറൈവൽ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഐഷുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, വളാഞ്ചേരിക്ക്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ടു വളാഞ്ചേരി ഒരു 1.5 hours ഡ്രൈവാണ് കേട്ടോ. അത്രയും നേരം നമ്മൾ യുവിക്കുട്ടനെ കിടത്തി ഉറക്കാൻ നോക്കുമായിരുന്നു. പക്ഷെ അവൻ കണ്ണും മിഴിച്ച് കാഴ്ചകളെ കണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. പിറ്റേന്ന് ഞാനും ഐഷുവും കൂടി എറണാകുളത്ത് പോകാൻ റെഡിയാവുകയാണ്. ഇങ്ങനെയല്ല, അതിങ്ങനെ ഇങ്ങനെ 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 ചെയ്യാണ്. ഇങ്ങനെ വരയ്ക്കാൻ പെയിൻ്റോ. ഓൾ സെറ്റ് ടു ഗോ. യൂഷ്വലി ഞാൻ വന്നു കഴിഞ്ഞാൽ ഐഷു എൻ്റെ പറ്റിയാണ് പരതാറ് പുതിയ ഡ്രസ്സിന് വേണ്ടിയിട്ട്. ഇപ്രാവശ്യം ഞാൻ അവളുടെ ഡ്രസ്സാണ് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ ഇന്ന് വന്ദേ ഭാരതിനാണ് പോകുന്നത്. എറണാകുളത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ എറണാകുളത്ത് പോകാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവിടെ പോയിട്ട് പപ്പേനെയും അമ്മേനെയും ചേച്ചീനെയും മീറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് കാഫേ എക്സ്പ്ലോറേഷനും കുറച്ച് ഐഷുവിൻ്റെ ഷോപ്പിംഗും ആണ് നമ്മുടെ പ്ലാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല, അപ്പോൾ കുറേ വെറൈറ്റി എൻ്റെ ഫുൾ പ്രസൻസ് നൽകുന്ന വ്ളോഗിലുണ്ട്. ഓവർ പ്രസൻസ് ആയിരിക്കും ഉണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ സൈനിങ് ഇൻ ഫ്രം മലപ്പുറം വിത്ത് തനി മലയാളി. നമ്മുടെ പ്ലാൻ എന്താണ്? രാവിലെ 9:15 തിരൂരിൽ നിന്നുള്ള വന്ദേ ഭാരതിന് പോയി വൈകുന്നേരം 6:30 വന്ദേ ഭാരത് നമ്മൾ തിരിച്ചു വരും. ഫസ്റ്റ് ടൈമാണ് ഇത്ര നീണ്ടൊരു ഗ്യാപ്പ് യുവീനെ ഇവിടെ വെച്ച് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, അവൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. അവന്റെ അച്ഛനുണ്ട്, അവന്റെ അമ്മമ്മയുണ്ട്. അതെ, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, എന്നെക്കാളും സേഫ് ആയിട്ടുള്ള ഹാൻഡ്സിലാണ് തോന്നുന്നത്. അവൻ ആ ഒരു ബുദ്ധിമുട്ട് തോന്നാനുള്ളതായിട്ടില്ലല്ലോ, കാരണം എല്ലാം ഉണ്ട്, അവന് വേണ്ട എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അൽക്ക് എന്റെ ഒപ്പം വരാന്ന് പറഞ്ഞു. പിന്നെ എറണാകുളത്ത് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഡബിൾ എന്തൂസിയാസമാണ്. ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അപ്പേനെയും അമ്മേനെയും ചിപ്പീനെയും കാണണം, അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഇവളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ അവിടെ കുറച്ച് കഫേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ട്. അപ്പൊ ഞാനും എറണാകുളം അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ, കുറച്ച് അധികം നാളായിട്ട്. കാരണം അങ്ങോട്ട് പോയിട്ട് കുറച്ച് നാളായി. ഞാനും അമ്മേനെ കണ്ടിട്ട് കഴിഞ്ഞ തവണ വന്നപ്പോ എല്ലാ തവണ വരുമ്പോഴും കാണാറുണ്ട്. വരുമ്പോ ഇങ്ങനെ കാണാനായിട്ട് പറ്റി. പക്ഷെ അമ്മ ചോദിക്കണ്ടായി കുഞ്ഞിനെ കാണണമെന്ന്. അല്ല, അടുത്ത തവണ നമ്മൾ എന്തായാലും വരും എറണാകുളത്ത്. വീട്ടിൽ പോയിട്ട് ഇവിടെ ഇല്ലെങ്കിലും അമ്മേനെയും അപ്പേനെയും ഒന്ന് കണ്ടിട്ട് പോയിക്കൊണ്ട് കുഞ്ഞായിട്ട്. പിന്നെ ഇന്ന് നമ്മള് പോണത് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്തവണ നാട്ടിലുണ്ട് 1-2 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോ സാരി എടുക്കാൻ നമുക്ക് പുളിമൂട്ടിലാണ്. അപ്പോ എനിക്ക് കുറേ ആയിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു ഷോപ്പായിരുന്നു അലമറ ബൈ പുളിമൂട്ടിൽ. ഞാൻ അപർണ എന്നോട് കുറേ തവണ പറഞ്ഞു. പിന്നെ അവിടെ ഉള്ള സമയത്ത് തന്നെ ദീപ ചേച്ചി അമ്മു ചേച്ചി ഒക്കെ എന്നോട് പറയുന്നു ഭയങ്കര കളക്ഷനാണ് അവിടെ, അപ്പൊ എന്തായാലും അവിടെ പോയിട്ടില്ല. പക്ഷെ ഞാൻ മറ്റേ ഗൂഗിളൊക്കെ നോക്കി കഴിഞ്ഞപ്പോ 4.9 റിലേറ്റീവ്ലി പുതുതാണ് ഇല്ലേ എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ തവണ ഞാൻ പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് പ്രഗ്നന്റും കൂടെ ആയതുകൊണ്ട് കുറേ തവണ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്തവണത്തേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് കളക്ഷൻസ് നോക്കണമെന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ. എല്ലാ തവണ നമ്മൾ 2-3 സാരി എടുക്കാറുണ്ടല്ലോ, അതേപോലെ എനിക്കിവിടെ നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി 3-4 സാരി എടുക്കാനും പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോണേന്റെ ഉദ്ദേശം. അപ്പം നമുക്ക് എറണാകുളം എത്തിയിട്ട് കാണാം. ട്രെയിൻ കൃത്യസമയത്തായിരുന്നു കേട്ടോ, ഓൺ പോയിന്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പീരിയൻസിന് വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഇതേ കയറുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്ദേ ഭാരത്. എനിക്കൊരു ഭയങ്കര ഒരു കാരണം ഞാൻ വന്ദേ ഭാരത് ഭയങ്കര അടിപൊളിയാണ് അമ്മ വെച്ചിട്ട് പോയി കേട്ടിട്ടുണ്ടെങ്കിലും കുറേ വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷെ റിയലി ഡിഫറൻസ് എനിക്ക് ശരിക്കും കേട്ടോ ഭയങ്കര ഒരു പ്രീമിയംനെസ് ശരിക്കും ഫീൽ ചെയ്യാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിൻ യാത്രകൾ. പക്ഷെ ദിസ് ഇസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, നല്ല രസമുണ്ട്. ഇതിന്റെ കഥ എന്താ അറിയോ, ഞാൻ വോണ്ടർലിസ്റ്റ് ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് എപ്പോഴും പറയൂ കേട്ടോ. പക്ഷെ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ട്രാവൽ ചെയ്തു. ഇത് അടിച്ച സമയത്ത് ഞാൻ ആലപ്പുഴ പോയിട്ടുണ്ട്, ലുല്ലു മോള് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും കളിയാക്കായിരുന്നു. എൻ്റെ ദൈവഭാഗ്യത്തിന് അനുഗ്രഹത്തിന് കുറച്ച് എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റി. ഇനിയിപ്പോൾ ഒപ്പം ഉണ്ടാൻ പറ്റില്ല, പക്ഷെ എന്നാലും എപ്പോഴും കളിയാക്കും. വോണ്ടർലാസ്റ്റ് നല്ല ഡാറ്റ വേണം. പക്ഷെ ആൾക്കാർ ചോദിക്കുന്നത് എപ്പോഴും ഇത് മലയാളത്തിലാണോ എഴുതിക്കുന്നത്, ഇത് എവിടെയാ അടിച്ചിട്ടുണ്ടോ? താങ്ക് യു. ഞങ്ങൾ അങ്ങനെ കയറി കത്തി വെക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ചായ കൊണ്ടു തന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ അങ്ങനെ എന്താണ് സാധനങ്ങൾ തരുന്നുള്ളത്. ഈ ചായ കലക്കാനുള്ള സാധനം എവിടെയാവും? ബിസ്ക്കറ്റും ചായയും തരും.
ഇത് എൻ്റെ അടുത്ത് ഐഷുവിൻ്റെ അമ്മ ആൻറ്റി പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ തരും, അപ്പോൾ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നൈസ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ട്രെയിൻ യാത്രകൾ ഭയങ്കര പ്രിയപ്പെട്ടതാണ് കേട്ടോ. അതും ഐഷുവിന്റെ കൂടെ ആകുമ്പോഴത്തേക്കും അത് അതിനേക്കാൾ അടിപൊളിയാണ്. ഞങ്ങൾ രണ്ടുപേരും ലൈഫിലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാം, എനിക്കൊരു സംശയം. ശരി, ടാഗോട്ട് അറിയിക്കുക. നല്ല ചായ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിഞ്ചർ ടീ, ഒരു ശരിക്കും ഉണ്ടാക്കിയ ചായ, പൊടി ഇട്ടതാന്ന് തോന്നാനില്ല. നല്ല ഒന്ന് അടിക്കായിരുന്നു. കപ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അടിക്കുന്ന എനിക്ക് അടിച്ച ചായയാണ്. അത് ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ എനിക്ക് നല്ലത്. താ ഗുപ്തനാണോ? ഗുപ്തനാണോ? തിളച്ച ചായ ഓടി ഒന്നിച്ച് ഇത് വൈഷ് ചോദിക്കും. അങ്ങനെ ഇല്ല, അധികം കളിച്ചിട്ടുണ്ട് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകട്ടോ. എറണാകുളം ജംഗ്ഷനിൽ ഇത് തിരിഞ്ഞു കളിക്കേണ്ടി വരിക, തിരിഞ്ഞു കളിക്കേണ്ടി വരിക. ഈ ആ ഒരു പ്രത്യേക ഭാഷ അങ്ങോട്ട് വരും. ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് നാളെ ഞാൻ പോകാൻ തീരുമാനിച്ചത്. 2 ദിവസം കൂടെ നിന്നല്ലാതെ. ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേന്ന് എന്നിട്ട് പോണില്ലാന്ന് നീ ചോദിക്കത്. അതുകൊണ്ടാണ് 2 ദിവസം കൂടി ഞാൻ നിൽക്കാത്തത്. നാളെ തന്നെ പോവാണ്. ഇവിടെ നിർബന്ധിക്കുന്ന എന്തിനാ അറിയാം, ഞാൻ 6-ാം തീയതി കൂടി നിൽക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇന്നലെ തൊട്ട് തുടങ്ങിക്കണോട്ടോ. നിന്ന് കഴിഞ്ഞാൽ പോണില്ലേ എന്ന് പറയുകയും ചെയ്യും. അത് പറയാൻ വേണ്ടി മാത്രമാണ് നിർബന്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ആ ട്രാപ്പിൽ ഞാൻ ഇപ്രാവശ്യം വീഴണില്ല, ഞാൻ പോവാണ്. വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിടെ ഇന്നലെ പറഞ്ഞു, വിഷ്ണു തനിക്ക് നിർബന്ധിച്ചുകൂടെയെന്ന്. വിഷ്ണു പറഞ്ഞു, എന്തിനാണോ തൻ്റെ ഈ ഉപദ്രവം കഴിക്കണം, അവള് പോട്ടെ എന്നാണ്. എന്തേ അത് 2 ദിവസം കഴിഞ്ഞ് മാറും. 2 ദിവസം അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ എനിക്ക് കുഞ്ഞിന് ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ്. അത് പക്ഷെ ഞാൻ അതിന് എടുത്തോളം നടക്കില്ലേടോ. ഞാൻ തന്നെയാണ് അവനെ നോക്കിയിട്ടുള്ളത് ഈ 2-3 ദിവസം. അപ്പോൾ നല്ല സുഖമായിരുന്നു. ഞാൻ തന്നെ അവനെ പാല് ഞാൻ അവനെ നിലത്ത് വെക്കാൻ പറ്റണം. എനിക്ക് ഭയങ്കര ഒരു, ഞാൻ എപ്പോഴും ഇങ്ങനെ ആരുടെയെങ്കിലും കയ്യിലിരിക്കണം, എനിക്ക് എടുക്കണം. എന്നുവെച്ചാൽ ഞാൻ അവൻ്റെ അമ്മൂമ്മയടുത്തും അച്ഛമ്മയടുത്തും ഒക്കെ എടുത്തിട്ട് വരാം. അവര് വിചാരിച്ചിട്ടുണ്ടാവും 2 മിനിറ്റ് ഒന്ന് കയ്യിൽ വെച്ചോട്ടെ ഞങ്ങൾ. ആ ഭയങ്കര ഒരു നല്ലൊരു അങ്ങനെ ഇരിക്കട്ടെ, നല്ലൊരു ബേബി. അമ്മേനെ പോലെ അല്ല, അമ്മേനെ പോലെ അല്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ്, അത് അച്ഛനെ പോലെയാണത്. കരയൊന്നുമില്ല. അവന് വിഷമ ഭയങ്കര ഭയങ്കര അത്യാവശ്യത്തിന് ഒന്ന് കരഞ്ഞു കൊടുത്തേക്കാം. തീരെ മൈൻഡാക്കുന്നില്ല. ആ അവസ്ഥയാണ്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഒപ്പീനിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന 2 ആൾക്കാരാണ് കേട്ടോ നമ്മള്. ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള ഒരാളാണ് കേട്ടോ എനിക്ക് ഐഷു. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഡാർക്കസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് മ്യൂച്വൽ ആണ് കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു റിലേഷൻ ഇത്ര 10 കൊല്ലമായിട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആവില്ല. ഇത് ഞങ്ങൾ കോൺഷ്യസ്ലി എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയെടുത്തൊരു സേഫ് സ്പേസ് ആണെന്ന് പറയാട്ടോ. എന്ന് വെച്ച് അവള് പറയുന്ന എല്ലാ കാര്യത്തിനോടും ഞാൻ എഗ്രി ചെയ്യണമെന്നില്ല. തിരിച്ചും ഞങ്ങൾ 2 പേരും നല്ല സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോഴും ഞങ്ങൾ അടി ഉണ്ടാക്കുകയും ചെയ്യും, പക്ഷെ എല്ലാം ഒരു സ്നേഹത്തിന്റെ പുറത്താണ്. നമുക്ക് ഈ പബ്ലിക് ഷെയ്ഡ് പബ്ലിക് സ്പേസിൽ ലിപ്സ്റ്റിക് ഇടാൻ മുന്നേ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, നല്ല ചമ്മലായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആകുന്തോറുമാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ പബ്ലിക് സ്പേസിൽ ലിപ്സ്റ്റിക് ഇടുമ്പോഴും മൈക്ക ഇവിടെ തേച്ച് വെച്ചതുപോലെ ആരെയും ബുദ്ധിമുട്ടിക്കണില്ല. ആരെങ്കിലും ബുദ്ധിമുട്ടിക്കരുത്.
ഇതിപ്പോ എന്താ പറ്റുക? ഞാൻ എൻ്റെ ചുണ്ടിൽ കുറച്ച് വെച്ച് കേൾക്കുന്നത് ആർക്കാണ് ബുദ്ധിമുട്ട്. വെരി തോട്ട്ഫുൾ. ഞാൻ അങ്ങനെ ചിന്തിച്ചത്. എനിക്ക് ഭയങ്കര ചമ്മലും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ലേറ്റർ ആണ് നമ്മൾ കോൺഫിഡൻ്റ് ആക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. തോട്ട്ഫുൾ പേഴ്സൺ എനിക്കറിയാം. ഇപ്പൊ എന്താണ്ടായെന്ന് അറിയാം, ഞാൻ ലിപ്സ്റ്റിക്കിന്റെ കളർ മാറ്റി, അൽക്കി മാറ്റി. അതുകൊണ്ടല്ലേ ഞാൻ എന്തായാലും ഒരു ടച്ചപ്പ് ആവശ്യമാണ്. ഈ ഡ്രസ്സിന്റെ ഇതിനായിട്ട് മാച്ച് ആയപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സും ഒക്കെ കുട്ടിയുടെയാണ്. ഇന്നലെ അയാൾ എൻ്റെ ഡ്രസ്സ് അടിച്ച് മാറ്റി, ഇന്ന് ഞാൻ അയാൾ ഡ്രസ്സ് അടിച്ച് മാറ്റി. അതന്നെ. എനിക്ക് നാട്ടിലെത്തുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഞാൻ ജനിച്ച വളർന്ന നാടായതുകൊണ്ടാവാം എൻ്റെ ഒരുപാട് ഇമോഷൻസും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസും കണ്ട ഒരു സ്ഥലമാണിത്. അങ്ങനെ ഒരു നീണ്ട 2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മളുടെ എത്താറായിരിക്കുന്നു. ഒരു നിമിഷവും കൂടി നിമിഷമായി പോയി. ഇവിടെ ഉള്ളത് മാത്രമല്ല, താഴെയുള്ളത് മാത്രമല്ല ഞാൻ വ്ലോഗ് എടുക്കാറ്. ഇനി വർത്താനം പറഞ്ഞു ഞാൻ ട്രെയിൻ പോകും, തല്ല് പിടിച്ചിട്ട് ട്രെയിൻ അങ്ങോട്ട് പോയാൽ മോശമാവും. വൈഷുവാണെങ്കിൽ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങിയോ ഇവിടെ നിർത്തൂ അങ്ങനെ എടുക്കാറില്ല. അയ്യോ ഇതെങ്ങനെയാ? ഇവിടെ എന്നോട് പറയുമായിരുന്നു, ഇവിടെ ഞാൻ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാൻ വീഡിയോ എടുത്തു തരണം. അങ്ങനെ ഞാൻ എടുത്തിവിടെ നിൽക്കുമ്പോൾ ഡോർ അടയുന്നു. ഞാൻ ട്രിവാൻഡ്രത്തായിട്ട് ഞാൻ പറയുമായിരുന്നു, എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ പറയണം ഫ്രൈഡ് റൈസും ചിക്കനും തീർക്കരുത്, ഞാൻ അടുത്ത ട്രെയിനിന് ട്രിവാൻഡ്രം തിരിച്ചു വരേണ്ടത്. അങ്ങനെ ആവും മിക്കാറും കേട്ടോ. അങ്ങനെ ഒരു 12-12:30 ആയപ്പോഴത്തേക്കും നമ്മൾ എറണാകുളം വന്ന് ചേർന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് വർക്കിംഗ് ആണ് കേട്ടോ. അതാണ് എൻ്റെ തോളത്തി തോരണം കാണുന്നത്. എൻ്റെ ജോലി 2 മണിക്കാണ് കേട്ടോ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ കുറച്ച് ടൈം സ്പെയർ ചെയ്യാനുണ്ട്. ഐഷുവിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാനും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനാണ് തീരുമാനം. നമ്മൾ ഊബർ ആപ്പില് നമ്മുടെ അവിടുത്തെ ക്രെഡിറ്റ് കാർഡാണല്ലോ കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണ്. കാരണം 200 രൂപ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ചെറിയ യൂറോ ആണ് അതൊന്ന് പോവുക. നമ്മൾ അറിയ പോലും ഇല്ല. ലൈക്ക് അറിയില്ല എന്നല്ല, ഓഫ്കോഴ്സ് ഓരോ യൂറോ പോണത് അറിയും, അങ്ങനെയല്ല. പക്ഷെ അതല്ലാതെ ഒരു മേജർ എമൗണ്ട് ഇപ്പൊ അവിടെ നമ്മൾ ഊബർ വിളിക്കുകയാണെങ്കിൽ 15-16 യൂറോ ഒക്കെ ആവുമല്ലോ. ഇത് നമുക്ക് 1 യൂറോ 2 യൂറോയിലൊക്കെ 70 രൂപയാണ്. 1 യൂറോന്റെ അടുത്തില്ല. അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞത് എന്റെ ഊബറിലാണ് അവള് ഊബർ ബുക്ക് ചെയ്യണമെന്നാണ്. പിടുത്തം നിർത്തൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ. എങ്ങനെയുണ്ട് വീണ്ടും കൊച്ചിയിൽ വന്നിട്ട്? വീണ്ടും കൊച്ചിയുടെ വികാരം. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. എത്ര കൊല്ലം? ഒരു 20 years ഞാനിവിടെ തന്നെയാണ്. യോ ഇല്ല, 22 years. 22 years in കൊച്ചി. ഞാൻ STMS-ലുണ്ടായിരുന്നു. പക്ഷെ അത് കൊച്ചിയല്ല, അങ്കമാലിയല്ലേ. പക്ഷെ കൊച്ചിൻ പോവാം. അതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാ പറഞ്ഞ നമ്മളുടെ സെലക്ഷൻ എന്തൊരു ഡിഫറെന്റ് അറിയോ. എനിക്ക് അതൊഴിച്ച് ബാക്കിയല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം എനിക്ക് അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഇത് ഇഷ്ടമായോ? അങ്ങനെ ഫംഗ്ഷൻ ഇടാനുള്ള സാരിയൊക്കെ ഐഷ തിമൃതിയായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവളുടെ സ്വഭാവം വെച്ചിട്ട് ഇവൾ കുറച്ച് അധികം നേരം എടുക്കും ഷോപ്പിങ്ങിന്. കാരണം ഓഫ്ലൈൻ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവരുടെ ഓരോ പ്രശ്നങ്ങളെ. ഞാനാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്ത് മാത്രം ശീലിച്ച ഒരാളാണ്. എനിക്ക് ഇൻസ്റ്റോർ ഷോപ്പിങ്ങിനുള്ള ക്ഷമ തീരെ ഇല്ല കേട്ടോ. ഞാൻ ഐഷോടുത്ത് പറയുമായിരുന്നു ഇത്തിരി വേഗമായിക്കോ. അവളാണെങ്കിൽ ഇങ്ങനെ നിന്ന് സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ആടിപ്പാടി നിൽക്കുമായിരുന്നു. അവസാനം എടുക്കാനുള്ള സാരികളൊക്കെ എടുത്ത് കുറച്ച് റണ്ണിങ് മെറ്റീരിയലും മേടിച്ചിട്ട്, നല്ല റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടായിട്ടോ അവരുടെ കയ്യിൽ. അതൊക്കെ എടുത്ത് നമ്മളിതേ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിട്ടോ. അപ്പൊ ഞാൻ ലോഗിൻ ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. 2 പേർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ 3 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിൽ പോകും. അപ്പൊ അവളുടെ ബാക്കി ജോലി ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലോട്ടെത്തും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തിയിരിക്കുകയാണ്. ആൽക്കയ്ക്ക് വേണ്ടി വ്ളോഗ് എടുക്കുന്ന ഐഷു. ആൾക്ക് മറന്നുപോയി പകുതി വെച്ച്. അപ്പൊ ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോ കഴിഞ്ഞ 1 വർഷത്തിൽ 3 തവണയാണ് ഇവിടെ വരുന്നത് അല്ലേ. ഞാൻ പക്ഷെ ആദ്യം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ആദ്യമായിട്ട് വന്നത്. പിന്നെ അതിന് ശേഷം നല്ല വരവായിരുന്നത്. എപ്പോൾ വന്നാലും ഇവിടെ വരുന്നുണ്ട്. ആൾക്ക് കുറച്ച് സീരിയസ് ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനേ. കുറച്ച് സീരിയസ് മീറ്റിംഗ് ഫേസ് ആണ്. വീട്ടിലെത്തിയിട്ട് വേണം ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ. ഞാൻ കുറച്ച് ഡിലേ ആക്കിച്ചതായിരുന്നു ശരിക്കും. പാവം കുട്ടി. ഞാൻ
നായുണ്ട് സൂക്ഷിക്കുക എന്നല്ല, പൂച്ചയുണ്ട് സംരക്ഷിക്കുക സ്വയം എന്നാണ്. കാലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പൂച്ച കൊടുക്കുന്നതാണ്. ആരാണ് ഇരിക്കുന്നത് കണ്ടോ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അൽക്കട ഭാഷ മാറും. പൂച്ച എന്റെ അമ്മ ഇതാ വരുന്ന അടുത്തത്. എനിക്കിത് അത്ര ഈസിയുള്ള കാര്യമില്ല കേട്ടോ. അൽക്കട ഭാഷ മാറി പൂച്ച ഭാഷയാവും. ഐഷു പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട്സായ ആദ്യ കൊല്ലങ്ങളൊന്നും അവളിവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് അവൾ ആദ്യമായിട്ട് വീട്ടിൽ വരുന്നതും അപ്പേനും അമ്മേനൊക്കെ നേരിട്ട് കാണുന്നതും. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പരിചയക്കുറവ് ഒട്ടും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഇവളെ കണ്ട പോലെ പരിചയമായിരുന്നു കേട്ടോ. സെയിം ഞാൻ അവിടെ പോകുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇവിടത്തെ കുട്ടി എന്നുള്ള രീതിയിലാണ് അപ്പയും അമ്മയും കാണുന്നത്. ആയി നമുക്ക് ഇഷ്ടമല്ലേ ഫ്രൈഡ് റൈസ്? അച്ചാർ എടുത്തരാ ഞാൻ. എന്താണ് സ്പെഷ്യൽ പറയൂ. ചില്ലി ചിക്കനാണ്. അല്ലല്ല അതെല്ലാം ഉണ്ടാവും മിക്സ്ഡ് ഫ്രൈഡ്. ഞാൻ അമ്മയുടെ ചോദിക്കരുത് എന്തൊക്കെയായിരുന്നു ഫ്രൈഡ് റൈസിന്. ഞാൻ കുഞ്ഞുനാളിലെ കുറച്ചൊരു വിശന്നു പോയേ. കാരണം കുറച്ചൊന്നും അല്ലേ കുട്ടി എന്നെ പോസ്റ്റ് ആക്കിയതാ. സെലക്ട് ചെയ്ത് അങ്ങോട്ട് തീരണ്ടായില്ലേ കുട്ടിക്ക്. അപ്പൊ ഇതിനകത്ത് പ്രോൺസ്, ചിക്കൻ, പിന്നെ കാരറ്റ്, ക്യാപ്സിക്കം, പിന്നെന്തായിരുന്നു ബീൻസ്. എന്റെ പഴയ ചൈൽഡ്ഹുഡ് ടേസ്റ്റ് ആണ് ഇതൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്കും. കാരണം കുറേ നാളായി അപ്പേനെയും അമ്മേനെയും കണ്ടിട്ടെന്നുള്ള പോലെ. പക്ഷെ 2 മാസം മുന്നെയാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. പക്ഷെ എന്താണെങ്കിലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയല്ലേ. അമ്മയുടെ ഫുഡ് കഴിക്കാൻ ഞാനാണെങ്കിൽ വീട്ടിൽ വന്നാൽ പണ്ടേ തൊട്ട് അമ്മയുടെ സാരി തുമ്പൊന്നും മാറാറില്ല കേട്ടോ. ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു, അത് ചോദിച്ചും ഇത് ചോദിച്ചും. എനിക്ക് ഭയങ്കര സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് മിണ്ടിക്കൊണ്ടേയിരിക്കും. അടയ്ക്കാറില്ല ഞാൻ. അത് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. അമ്മ നാട്ടുവിശേഷവും പിന്നെ വീട്ടിലെ വിശേഷവും കുടുംബക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഐഷുവിനും അറിയാം കേട്ടോ. കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാരെയും അവൾക്ക് അറിയുന്നതുകൊണ്ട് ഇതൊന്നും അവൾക്ക് ന്യൂ ആവില്ല. സോ അവളും പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ തന്നെയായിരുന്നു. അല്ല, പുളിമൂട്ടിൽ ആക്ച്വലി കുറെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. പ്രത്യേകിച്ച് മൽച്ചന്തേരി ഒക്കെ നല്ല രസമുണ്ട്. ഒന്ന് അൽക്കയ്ക്ക് കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു. അവളുടെ ചൊറി മാറ്റാൻ. അവസാനം ചൊറിഞ്ഞിട്ടല്ലേ ഇറങ്ങി കാത്തിരുന്ന് മടുത്തു. ആരോടാ പറയണേ എന്റെ ചോറി എവിടുന്നാ കിട്ടിയത്? അടിപടല എവിടുന്നാ കിട്ടിയിരിക്കുന്നത്? എനിക്ക് അതേ അമ്മയുടെ സ്വഭാവമാണ്. ആ മുഖം ഒന്ന് കാണിക്കാമ്മ. ചൊറി കിട്ടിയ മുഖം ഒന്ന് കണ്ട. അല്ലേ അമ്മയ്ക്കും ഇല്ലേ കുറെ നേരം സ്ഥലത്ത് വരുന്നത് അമ്മ ഇങ്ങനെ ഗുരുവത്ത് തുടങ്ങും ആദ്യം. എന്നിട്ട് പിന്നെ ഔട്ട് ബേസ്റ്റ് ആണ്. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് ഐഷു ഇത് കേട്ടിരുന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാനും ഓർത്ത് അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ, ഞാൻ എൻ്റെ വർക്ക് കുറച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 4 മണി ആയിട്ടുണ്ട്. അമ്മ ചായ എടുത്തു, പിന്നെ നമുക്ക് പോവാറുമായി. അങ്ങനെ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ എനിക്ക് അന്നും ഇന്നും. അപ്പയടുത്തും അമ്മയടുത്തും ബൈ പറഞ്ഞത് ചിപ്പിനെ കാണിച്ചില്ലല്ലോ. ചിപ്പിയടുത്തും ബൈ പറഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹെവിനെസ് തോന്നുമായിരുന്നു മനസ്സിൽ. ഞാൻ ഐഷുവടുത്ത് പറയുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് വീട്ടിൽ നിന്ന് പോരുമ്പോന്ന്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമല്ലേ. നമ്മൾ ജനിച്ച വളർന്ന വീട്ടിൽ നിന്ന് നമ്മുടെ പേരൻസിനെ വിട്ടിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും എന്നും ആ ഒരു വിഷമം ഉണ്ടാവില്ലേ. ഒരു എനിക്കുണ്ടോ ഭയങ്കര ഒരു വിഷമം വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സങ്കടം. അങ്ങനെ 6:45 വന്ദേ ഭാരതിന് നമ്മൾ തിരിച്ച് തിരൂരിലേക്ക് അല്ലെങ്കിൽ മലപ്പുറത്തേക്ക്. അമ്മ എണീപ്പിച്ച് വിട്ടുകൊണ്ടാണ് കേട്ടോ ഈ സമയത്തിന് എത്തിയത്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ലേറ്റ് ആവുന്നതുകൊണ്ട് അമ്മ ഒരു 10 മിനിറ്റ് മുന്നേ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ വിട്ടതാണ്. കാരണം ഞാനായാലും ഇവളായാലും ലേറ്റ് ആവുന്ന അമ്മയ്ക്ക് നല്ലോണം അറിയാം. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവമാണ് അക്കാര്യത്തിലാണ്. പക്ഷേ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്ക് ഭയങ്കര ഒരു ഹെവിനെസ് ഉണ്ട്. ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് വന്നാലും ഇപ്പോൾ കുറച്ച് സമയം ആയതുകൊണ്ട് വലിയ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം ഞാൻ തിരിച്ച് പോകുന്നുണ്ട്. പക്ഷെ ഒരു ഭയങ്കര ഒരു ഹെവിനെസ് തോന്നുമായിരിക്കും. ട്രെയിൻ ഒരു 20 മിനിറ്റ് ഡിലേ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി എന്തായാലും 6:30 ആയപ്പോൾ. അച്ഛനെ വിളിച്ച് പറയട്ടോ. അപ്പോൾ 6:45 ട്രെയിൻ ടൈം. പക്ഷെ ഒരു 7 മണിയാവുമെന്നാണ് കാണിക്കുന്നത്. അച്ഛൻ രാവിലെ പറഞ്ഞുകൊണ്ട് ഞാൻ ട്രെയിൻ വളരെ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വേറെ മൈ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് അത്ര, ഞാൻ എപ്പോഴാണ് അറിയണേ. അപ്പോൾ അതിൽ ഞാൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് സ്റ്റേറ്റസ് അറിയാൻ പറ്റും. അമ്മ അപ്പോൾ വിളിച്ച് ചോദിച്ചിരിക്കുന്നു, ആൻറ്റി വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് കഴിക്കാൻ വേണ്ടതെന്നുള്ളത്. ചിക്കനോ മട്ടനോ? ഞാൻ ഒരു കഞ്ഞിയും പയറും കിട്ടി. കാരണം ഇവിടെ വന്നപ്പോൾ തൊട്ടേ കോഴിക്കോട് ഒരു ആക്രാന്തത്തിൽ കുറേ നോൺ വെജ് ആയിരുന്നു കഴിച്ചിരുന്നത്. ബിരിയാണി അതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കഴിച്ചു. ഫ്രൈഡ് റൈസൊന്നും
നമുക്ക് പാവട്ടോ ഉണ്ടായിട്ട് വരെ കഴിക്കാൻ പറ്റില്ല. എനിക്കും ഞാൻ കഴിച്ച പക്ഷെ നല്ലോണം, പക്ഷെ ഇനി കഴിക്കാൻ പറ്റില്ല. നോൺ വെജ് ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിക്കുന്നു. പയറുകഞ്ഞിയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അപ്പൊ ആന്റി പയറുകഞ്ഞി അതൊക്കെ ആരെങ്കിലും പറയൂ, പറഞ്ഞു അത് മതി, വയറ് ഭയങ്കര ലൈറ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പോൾ നമ്മളുടെ ഡിന്നർ മെനു സെറ്റ് ചെയ്തത്. കോർണർ നല്ലോണം കോർണുണ്ട്. നീ ആ തുള്ളിമരുന്ന് എത്തിക്കേണ്ടത് പോവില്ല, മാജിക് ഒന്നുമല്ലല്ലോ. ഒരു പണിയെടുക്കില്ല പക്ഷെ അത് നമ്മൾ പോകണം. ഇടയ്ക്കിടയ്ക്ക് അതിനിങ്ങനെ തൊട്ട് നോക്കും പോയോ പക്ഷെ പണിയെടുക്കാൻ പറ്റില്ല, അത് പറ്റില്ല നമുക്ക്. എടോ മരുന്ന് കഴിച്ചാലേ പോകുള്ളൂ. അരമണിക്കൂർ ലേറ്റ് ആയിട്ടോ നമ്മുടെ ട്രെയിൻ. ഞാൻ ഓർത്തു വന്നപ്പോൾ കറക്റ്റ് സമയത്തായിരുന്നോണ്ട് ഞാൻ ഓർത്തു കറക്റ്റ് സമയത്തായിരിക്കും വന്ദേ ഭാരതൊക്കെ വരാന്ന്. പിന്നെ പ്രതീക്ഷകൾ തെറ്റിപ്പോയി. എന്താ അത് അങ്ങനെ വന്ദേ ഭാരതിലെ ഫുഡ് കഴിക്കണമെന്നൊരു തോന്നലോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഓക്കെ എന്താണ് നോൺ വെജ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതാരെ ബുക്ക് ചെയ്തത്? വിഷ്ണു വൈഷോ ആണോ? കുട്ടിക്ക് കേട് മാത്രം മതി. ഇത്ര ഡയറ്റിലാ ഇത്ര കുത്തി കയറിയത്. കഴിച്ച് മതിയായി. നമ്മൾ കഞ്ഞിയും സത്യം ഞാൻ കഴിക്കണ്ടേ, പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് ഈ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അവസ്ഥ അറിയണമെന്ന് വിചാരിക്കുന്നു. ട്രെയിൻ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഡിന്നർ ആഡ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും ബിരിയാണിയും ചപ്പാത്തിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഡിന്നർ. ഞാനാണെങ്കിൽ ഇവിടെ വീട്ടിൽ വിളിച്ചിട്ട് ഇവിടെ അമ്മ കുറച്ച് കഞ്ഞി പിന്നെ പയറിടില്ലേ, പയറിട്ടിട്ട് 8 വിസില എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രെയിൻ എന്തെങ്കിലും നോക്കിയിട്ട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പറ്റിക്കും കഴിച്ചോളൂ പറയും. എനിക്ക് വിഷമം അതോട് ഞാൻ കഴിക്കും. എനിക്ക് ആരും വിഷമിക്കാൻ ഇഷ്ടമല്ല, ഞാൻ കഴിക്കും. ഇത്രേ ഉള്ളൂ. ഈ ഇന്നും നാളെയും കൂടി ഉള്ളൂ. മറ്റന്നാളോട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയല്ലേ കഴിക്കണ്ട. അവിടെ പട്ടണ നടന്നോളും, അതുകൊണ്ട് പറഞ്ഞോളും. ഞാൻ സ്വിഗ്ഗിയിലെ സൊമാറ്റോ അങ്ങനെയൊന്നുമില്ല. ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണ് കുറച്ച് വിചാരിച്ചേ ഞാൻ പറയാം അവിടെ സ്വിഗ്ഗി സൊമാറ്റോ നിങ്ങൾ താൻ എന്താവുമായിരുന്നു. ഇതിപ്പോൾ തനിക്ക് നിവർത്തിയില്ല പറഞ്ഞു ആ കുക്ക് ചെയ്യണേ. ആ നോക്കും എന്തായാലും എന്ത് സാധനം വരുന്നുണ്ട് നമ്മൾ മേടിച്ചു. സൂര്യൻ തന്നിട്ടില്ലേ അതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ഇത് ലൈറ്റ് അല്ലേ? ദിസ് ഇസ് വെരി ലൈറ്റ്, മൈ ഡയറ്റ് ഇസ് വെരി ലൈറ്റ് എന്ന് പറഞ്ഞാലാണ് അല്ലേ. ഐസ്ക്രീം കുത്തിക്കേറ്റാണ് ഇതൊന്ന് കഴിഞ്ഞിട്ട് ഐസ്ക്രീം അലത്തേക്ക് എന്താ കടലക്കറിയും ഇത് തുറന്നപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിയിരിക്കുന്നു. കാരണം ഈ ബിരിയാണി കടലക്കറി എന്തോ കോമ്പിനേഷൻ മനസ്സിലായില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞാൽ എനിക്കിവിടെ ചപ്പാത്തി ഉണ്ട്, അപ്പോൾ അതും കൂടി കഴിക്കാമല്ലോ. ബ്രില്യൻറ്റ്. ആൻഡ് സോയാ ചങ്ക് രസമുണ്ടതാ. ബിരിയാണി പറയാൻ പറ്റില്ല. ചിക്കനും അരിയിട്ടുണ്ട്, ചിക്കനും ഇട്ടുണ്ട് അരിയിട്ടുണ്ടോ അവിടെ? സത്യം ഞാൻ സത്യം രസമുണ്ടോ? പക്ഷെ ഒരു ബിരിയാണി പറയാൻ പറ്റില്ല. ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വരാം. എനിക്ക് കുറച്ച് കഞ്ഞിയും പയറും മതി കേട്ടോ എന്ന് അമ്മയടുത്ത് പറഞ്ഞ ആളാണ്. ഇതാ നിൽക്കണം. ഇത് കുത്തി കയറ്റിയത് കുഴപ്പമില്ല, അതും കുത്തി കയറ്റി. എൻ്റെയും കറണ്ട് തിന്നു, ഓളുടെയും കറണ്ട് തിന്നണം. അതിൻ്റെ നിർത്തണല്ലോ, ഡിഫറൻസ് ഉണ്ടോ? എന്നിട്ട് നഷ്ടപരിഹാരം തരേണ്ടി വരും. ഈ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ബിരിയാണി പിടിക്കാൻ പറ്റും എനിക്കറിയില്ല, പക്ഷേ ചിക്കൻ റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പയർ കഞ്ഞി അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. അതിന് കുറച്ച് സ്ഥലം വെച്ചിട്ട് എന്തായാലും ഐസ്ക്രീം പോയല്ലോ, അപ്പോൾ ആ സ്ഥലമുണ്ട്. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ട്. അങ്കിള് വരുന്നുണ്ട് കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ. അങ്കിളും പിന്നെ ഐശ്വര്യൻ്റെ കസിൻ ബ്രദർ അനുവാണ് കേട്ടോ വരുന്നത് നമ്മളെ പിക്ക് ചെയ്യാൻ. ഇതിപ്പോൾ വന്ന് ഇവളുടെ വ്ളോഗ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അവളുടെ പോക്കും വരവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോക്കസ് മാറ്റേണ്ടിയിരിക്കണു. അങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.